കോളേജിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. ലത്തോക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ഉപകരണങ്ങൾ എത്തിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് ചേരുന്നത്. അഖിൽ, ഡോക്ടർ ഹാരിസിന്റെ ഡോസ് ഫലം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കൂടുതൽ വിവരങ്ങൾ. ഹാരിസ് ഡോക്ടർ ഉയർത്തിയ ആരോപണങ്ങളിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ആടിയുഴയുന്ന കാഴ്ചയാണ് നമ്മൾ 2 ദിവസമായി കാണുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്ന വസ്തുത അതിപ്പോൾ ജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളിലെ ശസ്ത്രക്രിയ മുടങ്ങിയത്. പിന്നാലെ തന്നെ മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇന്നാണ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹൈദരാബാദിൽ നിന്നും വിമാനമാർഗം എത്തിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. അതേസമയം നവമാധ്യമത്തിലൂടെ പ്രതികരണം നടത്തിയ ഹാരിസ് ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. മന്ത്രി ഡോക്ടർ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു നടപടിയല്ല വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ തെളിവ് കൂടിയാണ് ഹാരിസ് ഡോക്ടർക്കെതിരെയുള്ള വകുപ്പ് തല നടപടിക്കുള്ള ഒരു ശുപാർശ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വകുപ്പ് നടപടി ഉണ്ടായാൽ അത് പൂർണ്ണമായും എതിർക്കുമെന്നാണ് ഇപ്പോൾ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന മെഡിക്കൽ കോളേജിന്റെ കവാടത്തിന് മുമ്പിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. 2006 പ്രഖ്യാപിച്ചതും 2016 പ്രഖ്യാപിച്ചതുമായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ ആവശ്യമായ അധ്യാപകരെ നിയമിക്കാൻ വിവിധങ്ങളായ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നു. എന്നാൽ ആ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന സമയത്തുള്ള ഡോക്ടർമാരുടെ കുറവുണ്ട്. രോഗികൾക്ക് ബാഹുല്യമായ ഡോക്ടർമാരല്ല നിലനിൽക്കുന്നത്. അവരെ എണ്ണത്തിൽ വർധനവ് വരുത്തണമെന്നും ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹാരിസ് ഡോക്ടർ ഉയർത്തിയ ആരോപണം, നവമാധ്യമത്തിലൂടെ ഉയർത്തിയ ആരോപണം, അത് PR വർക്ക് വഴി ഉയർത്തിക്കെട്ടിയ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടലായി മാറുകയാണ്. രാഹി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ ഡോസ് ഫലം കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രതികരണത്തോടു കൂടിയാണ് ചില മാറ്റങ്ങൾ വരുന്നത്. അഖിൽ പാലോട്ടുമടമാണ് വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.